സിനിമയും ജീവിതവുമായി ഏറെ ബന്ധപ്പെടുത്തി കാണുന്ന മലയാളിക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടി ഉറക്കിയത് കവിയൂർ പൊന്നമ്മയായിരുന്നു. കവിയൂർ പൊന്നമ്മ വിട പറയുമ്പോൾ 14 വയസ്സ് മുതൽ 79 വയസ്സ് വരെ നീളുന്ന അസാധ്യമായ കലാജീവിതത്തിനാണ് തിരശീല വീഴുന്നത്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ കവിയൂരിൽ TP ദാമോദരൻ ഗൗരി ദമ്പതികളുടെ മകളായി കവിയൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച പൊന്നമ്മ മലയാളികളുടെ എല്ലാം അമ്മയായി മാറിയ അതുല്യ അഭിനേത്രിയായിരുന്നു. പൊന്നമ്മയുടെ കുട്ടിക്കാലം പൊൻകുന്നത്തായിരുന്നെങ്കിലും പിന്നീട് LPR വർമ്മയുടെ കീഴിൽ ചങ്ങനാശ്ശേരിയിലും വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യയ്യരുടെ കീഴിലും സംഗീതം പഠിച്ചു. 14-ാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്തേക്ക് പൊന്നമ്മ വരുന്നത്. തുടർന്ന് KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി. 1962 ശ്രീരാമ ഭട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് പൊന്നമ്മ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. തുടർന്നിങ്ങോട്ട് 5 പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മയായി വേഷമിട്ട കവിയൂർ പൊന്നമ്മ പ്രേം നസീർ മുതൽ പുതുതലമുറ നടന്മാരുടേതുൾപ്പെടെ അമ്മയായി തീർന്നു. ഓമനത്തം തുളുമ്പുന്ന നസീമ സ്നേഹത്തിൻ്റെ മാതൃമുഖം മാത്രമല്ല, ഹാസ്യ കഥാപാത്രങ്ങളായും കവിയൂർ പൊന്നമ്മ മിന്നിത്തിളങ്ങി. 1000-ലേറെ ചിത്രങ്ങളിലായി 400-ലധികം അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭാവാഭിനയം കൊണ്ട് ഓരോ മലയാളിയെയും തൻ്റെ അമ്മയെപ്പോലെ എന്ന് പറയിപ്പിച്ച അതുല്യ പ്രതിഭ. ഏത് അമ്മവേഷവും ഒന്നിനൊന്ന് മികച്ചതായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക്. അമ്മവേഷങ്ങളിലൂടെ മലയാള സിനിമയിലെ പൊന്നമ്മയായി മാറിയ നടി കവിയൂർ പൊന്നമ്മയ്ക്ക് CNL ന്യൂസിൻ്റെ ആദരാഞ്ജലികൾ.